watch me. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന നമ്മുടെ വണ്ടിയിൽ ഉള്ള എ സിക്ക് എന്തൊക്കെ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫങ്ഷൻസ് എന്തൊക്കെയാണ്, ഇതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇതിപ്പോൾ മാരുതി ഓൾട്ടോ കേറ്റനാണ്. ഇതിനകത്ത് നമുക്ക് പഴയ മോഡലായതുകൊണ്ട് ഇതിനകത്ത് എ സി ഫങ്ഷൻസ് കുറവാണ്. എന്നാലും ഇതിനകത്തുള്ള ബേസിക് ആയിട്ടുള്ള ഫങ്ഷൻസ് എല്ലാ വണ്ടിയിലും സെയിം തന്നെയാണ്. അപ്പോൾ നമുക്ക് അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് ഇവിടെ കാണുന്നത് ഇതാണ് നമ്മുടെ ബ്ലോവർ ബട്ടൺ എന്ന് പറയുന്നത്. പക്ഷേ ഇത് ബേസിക്കായിട്ട് നമ്മുടെ ഫാനിൻ്റെ ഫങ്ഷൻസാണ് ഇതിൽ തരുന്നത്. ഇത് പല മോഡിലുള്ള ഫാനിൻ്റെ ഫങ്ഷൻസാണ്. ഇതിപ്പോൾ ഏറ്റവും കൂടിയ സ്പീഡിലാണ് കിടക്കുന്നത്. ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് ഓഫ് മോഡുമാണ്. ഇത് ഓരോ സ്പീഡിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് ഈ കാണിക്കുന്നത്. നമുക്ക് എ സി ഓൺ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ ബ്ലോവർ ഓൺ ചെയ്തെങ്കിൽ നമുക്ക് എ സി ഓൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതേത് വണ്ടിയിലായാലും അങ്ങനെ തന്നെയാണ്. എ സി മാത്രമായിട്ട് ബട്ടൺ മാത്രം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എ സി വർക്കാവില്ല. ബ്ലോവർ ഒരു സ്പീഡിലിട്ടെങ്കിൽ വർക്കാവത്തുള്ളൂ. അപ്പോൾ അടുത്തായിട്ട് എ സി ഓൺ ചെയ്യുന്ന ബട്ടൺ ഇതാണ്. ഇവിടെ എ സി എന്ന് എഴുതിയാക്കാം. ഇതാണ് എ സിയുടെ ബട്ടൺ. ഓണും ഓഫുമാണ് എ സിയുടെ. പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് എല്ലാവരും പറയുന്നതാണ് എ സിക്ക് തണുപ്പ് കുറവാണെന്ന് എല്ലാവരും പറയാറുണ്ട്. അപ്പോൾ അതിൽ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ അവർ ഒന്നെങ്കിൽ ഈ സെലക്ടർ അവർ ഹീറ്റ് കണ്ടീഷനിലായിരിക്കും ഇട്ടിരിക്കുക. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എ സിക്ക് തണുപ്പ് തീരെ കുറവായിരിക്കും. അതുകൊണ്ട് എ സി ഇടുന്ന സമയത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കുക, ഇത് എപ്പോഴും ഈ പൊസിഷൻ തന്നെ ആയിരിക്കണം. ബ്ലൂ കളറിലായിരിക്കണം. റെഡിലാണെങ്കിൽ അത് ചൂട് തരുന്ന മോഡാണത്. അത് ഈ തണുപ്പ് കാലത്ത് നമുക്ക് ഒത്തിരി ചൂട്, വണ്ടിക്കകത്ത് ഒത്തിരി തണുപ്പായി കഴിയുമ്പോൾ നമുക്ക് വണ്ടിയുടെ ക്യാബിൻ ചൂടാകാനൊക്കെ ഉള്ള ഒരു ഓപ്ഷനാണത്. എൻജിൻ്റെ ചൂടാണ് അത് അകത്തോട്ട് വിടുന്നത്. അപ്പോൾ അതിനുള്ള ഇത് നമ്മൾ ഈ മോഡിൽ വേണം വെച്ചാക്കാൻ. ഇതിപ്പം തണുപ്പിൻ്റെ മോഡാണ്. ബ്ലൂ കളറിൽ വേണം വെച്ചാക്കാൻ, എങ്കിലേ നമുക്ക് തണുപ്പ് നല്ല രീതിയിൽ കിട്ടത്തുള്ളൂ. അടുത്തായിട്ട് ഈ ഓപ്ഷനാണ്. ഇത് നമ്മളെപ്പോഴും ഇതെന്ന് പറയുന്നത് രണ്ട് മോഡുണ്ട്. ഒന്ന് ക്യാബിൻ റീസർക്കുലേറ്റും ഒന്ന് പുറത്തുനിന്നുള്ള എയർ കയറാനുള്ള ഓപ്ഷനുമാണിത്. ഇത് എല്ലാവരും വളരെ തെറ്റിദ്ധരിക്കുന്ന ഒരു ഓപ്ഷനാണത്. എന്തിനുള്ളതെന്ന് പലരും ചോദിക്കാറുണ്ട്. ഇതെന്ന് പറയുന്നത് ഇപ്പം നമുക്ക് ആവശ്യത്തിന് തണുപ്പകത്തുണ്ട്, നമുക്ക് അധികം ഇനി തണുപ്പ് വേണ്ട, അത് അല്ലെങ്കിൽ നമുക്ക് ഇപ്പം അകത്ത് ഉള്ള എയർ തന്നെ അങ്ങനെ നിൽക്കണമെന്നുള്ളതാണെങ്കിലാണ് ഈ മോഡ് ഇടേണ്ടത്. ഇതെന്ന് പറയുമ്പോൾ പുറത്ത് ഇപ്പം ഭയങ്കര സ്മെല്ല്, നമ്മുടെ വണ്ടി ഓടുന്ന ഭാഗത്ത് ഭയങ്കര പുകയോ അല്ലെങ്കിൽ ഭയങ്കര സ്മെല്ലുള്ള ഏരിയയൊക്കെ ആണെങ്കിൽ ഈ മോഡിലിട്ടാക്കുക. ഇതിടുന്ന വഴിയെന്ന് വെച്ചാൽ നമ്മുടെ പുറത്തുനിന്നുള്ള എയർ ക്യാബിനകത്തോട്ട് വരുന്നത് തടയുകയാണ് ചെയ്യുന്നത്. ഈ ഭാഗത്തൂടെ വെൻറ്റിൻ്റെ കൂടെ അകത്ത് വരുന്നത് ഒഴിവാക്കും ഈ മോഡിലിട്ട് കഴിഞ്ഞാൽ. ഇത് എയർ റീസർക്കുലേറ്റ് ചെയ്യുന്നതാണ്. ക്യാബിനകത്തുള്ള എയർ അങ്ങനെ കിടന്ന് റീസർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിനാണ് ഈ ഓപ്ഷൻ. പിന്നെ നമുക്കിപ്പം കുഴപ്പമില്ല, കുറച്ച് നല്ല വായു പുറത്തുനിന്നുള്ള നല്ല ഇതൊക്കെ അകത്തുനിന്നുള്ള ഫ്രഷ് എയർ അകത്ത് കയറണമെങ്കിലാണ് നമ്മൾ ഈ ഓപ്ഷൻ ഇടുന്നത്. ഇതിട്ട് കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള എയർ വന്ന് അകത്ത് ക്യാബിനിൽ സർക്കുലേറ്റ് ചെയ്ത് പുറത്തു പോകും. ഫ്രഷ് എയർ എപ്പോഴും അകത്ത് വന്നുകൊണ്ടിരിക്കും. ഇതാണ് അത്. ഈ ബട്ടൺ അതിനുള്ള ഉപയോഗം. ഇത് രണ്ടും അത് നമുക്ക് ആവശ്യാനുസരണം നമുക്ക് ചെയ്യാം. അത് എ സി ഇടുമ്പോഴും നമുക്കത് ചെയ്യാവുന്നതാണ്. മാക്സിമം നമ്മൾ ഇതിൽ തന്നെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫ്രഷ് എയർ കിട്ടുകയും ചെയ്യും. ക്യാബിൻ നല്ല ഫ്രഷ് ആയിരിക്കും, നല്ല തണുപ്പും കാണും. അടുത്തതെന്ന് പറയുന്നത് ഇത് നമ്മുടെ പൊസിഷൻ സെലക്ട് ചെയ്യുന്നതാണ്. ഇതെന്ന് പറയുന്നത് പല മോഡലുണ്ട്. 1, 2, 3, 4, 5 മോഡുണ്ട് ഇതിൽ. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇപ്പം കിടക്കുന്ന മോഡ് ഇതെന്ന് പറയുന്നത്, ഇപ്പോൾ ഇതിപ്പം ഡയറക്റ്റ് മേളിലുള്ള ഡാഷ്ബോർഡിലുള്ള 4 വെൻ്റുണ്ട്. ഇവിടെ 2, ഇവിടെ ഒരെണ്ണം, ഈ സൈഡിൽ ഒരെണ്ണം, മൊത്തം 4. ഈ ഏരിയ കൂടെ പുറത്തോട്ട് കാറ്റ് വിടുന്നതിനാണ് ഈ ഓപ്ഷൻ വയ്ക്കുന്നത്. അടുത്തെന്ന് പറയുന്നത് പാതി എയർ മേളിൽ കൂടെയും
മേളിലത്തെ 4 വെൻറ്റി കൂടെയും ബാലൻസ് ഡാഷ്ബോർഡിന് അടിയിലുള്ള ഭാഗത്തൂടെയും നമുക്ക് കാലിലും കിട്ടും. എന്ന് വെച്ചാൽ മേളിലും കാറ്റ് കിട്ടും, താഴെ കാലിൻ്റെ ഭാഗത്തായിട്ടും കാറ്റ് കിട്ടും. അതാണ് ഈ മോഡെന്ന് പറയുന്നത്. അടുത്ത ഈ മോഡെന്ന് ഇടുമ്പോൾ കാലിൽ മാത്രമായിട്ടായിരിക്കും നമുക്ക് കാറ്റ് കിട്ടുക. താഴെ കൂടെ മാത്രമായിരിക്കും എയർ വരുന്നത്, മേളിൽ കൂടെ കാറ്റ് വരത്തില്ല. അടുത്ത ഈ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഇതൊക്കെ എന്ന് വെച്ചാൽ ചൂടിൻ്റെ ഓപ്ഷൻസാണ് ഇതൊക്കെ. അപ്പോൾ ഇത് കൂടുതലും ചൂടാക്കാനുള്ള ഓപ്ഷൻസാണ്, ചൂട് കാറ്റ് വരുന്നതിനുള്ള ഓപ്ഷനാണ്. ഇതിട്ട് കഴിഞ്ഞാൽ ചൂടായിരിക്കും വരുന്നത്. എന്നിട്ട് നേരെ ഇത് നമുക്ക് ആണെങ്കിൽ തിരിച്ച് ചൂടിലാക്കാം. ഒത്തിരി ചൂടാകുമ്പോഴാണ് ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് യൂസ് വിത്ത് ഈ ബട്ടൺ. ഇത് ഇട്ടിട്ട് വേണം ഇത് ഉപയോഗിക്കാൻ. എന്ന് വെച്ചാൽ ഒത്തിരി ചൂടാകത്ത. അപ്പോൾ ഇതും കൂടി ഇട്ട് കഴിഞ്ഞാൽ റീസർക്കുലേറ്റ് ചെയ്ത് പുറത്ത് വെക്കുള്ളൂ, ഒത്തിരി ചൂടാകത്തില്ല. അടുത്ത ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരെണ്ണം കൂടെ തിരിക്കാൻ പറ്റും. ഇത് തിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡാഷ്ബോർഡിൻ്റെ ഫ്രണ്ട് ഭാഗം എന്ന് വെച്ചാൽ നമ്മുടെ ഗ്ലാസിൻ്റെ അടുത്തായിട്ട് കുറച്ച് വെൻ്റുണ്ട്. ഈ കാണുന്ന വെൻ്റാണ്, ഇതാണ് അപ്പർ സൈഡിലും ഉണ്ട് വെൻ്റ്. ഈ വെൻ്റ് കൂടെ ആയിരിക്കും എയർ പുറത്ത് വരിക. അപ്പം അതിൻ്റെ മെയിൻ ഒരു ഗുണമെന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ നല്ല മഴയത്തൂടെ ഉള്ള ഡ്രൈവാണ്. മഴയത്തോടുള്ള ഡ്രൈവ് സമയത്ത് വണ്ടിക്കകത്തുനിന്ന് ഒത്തിരി ആൾക്കാരും ഉണ്ടെങ്കിൽ നമ്മളെല്ലാവർക്കും ഈ വണ്ടിക്കകത്ത് ഈർപ്പം കൂടുതലായിരിക്കും. ആ സമയത്ത് ആൾക്കാർ കൂടുതലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളിപ്പം പുറത്ത് നല്ല മഴ സമയത്ത് പുറത്ത് പോയിട്ട് കുറച്ച് നേരം പുറത്ത് നിന്നിട്ട് പെട്ടെന്ന് വണ്ടിക്കകത്ത് ഒന്ന് കയറുകയാണെങ്കിലാണ് വണ്ടിക്കകത്ത് ഭയങ്കര ഈർപ്പം കയറും. ഈർപ്പം കയറി കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റിനുള്ള ഗ്ലാസ്സിലെല്ലാം ഒരുമാതിരി മഞ്ഞ് പിടിക്കുന്ന മാതിരി നമുക്ക് അനുഭവപ്പെടും. അപ്പോഴേ പുറത്തുള്ള വിസിബിലിറ്റി ഭയങ്കരമായിട്ട് കുറയും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് ഈ മോഡ് ഇടുന്നത്. ഇതാകുമ്പോൾ നമ്മുടെ ഫ്രണ്ട് ഗ്ലാസ്സിൽ ആ ഫോഗ് നമുക്ക് ഒഴിവായി കിട്ടും. ഇതിടുന്ന സമയത്ത് നേരെ തിരിച്ച് കൂളിങ്ങിലിടുക. AC ഓൺ ചെയ്ത് ഈ മോഡിലിട്ടിട്ട് ഇത് ഈ മോഡിലായിരിക്കണം. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് ഗ്ലാസ്സിലുള്ള ആ മഞ്ഞ് മാതിരിയുള്ള അത് പെട്ടെന്ന് പോയി കിട്ടും. അതാണ് ഈ മെയിനായിട്ടുള്ള നമ്മുടെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ AC-യിലുള്ളത്. പിന്നെ നമുക്ക് AC-യുടെ കുറച്ച് ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. AC ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള മെയിനായിട്ടും എയർ കണ്ടീഷനിങ് തന്നെയാണ് AC-യുടെ ഉപയോഗം. നമുക്കകത്ത് നല്ല തണുത്ത ഫീലായിരിക്കും വണ്ടിക്കകത്ത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള എയർ ശ്വസിക്കാൻ പറ്റും. പിന്നെ മെയിനായിട്ടുള്ള മെയിൻ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരമായി നല്ലൊരു ലോങ് ഡ്രൈവ് പോകുന്ന സമയത്ത് എന്തെങ്ങനെയായാലും ഒരു ഡ്രൈവറിന് ക്ഷീണം തോന്നുമ്പോഴാണ് ആക്സിഡൻറ്റ്സ് കൂടുതൽ സംഭവിക്കുക. അപ്പോൾ നമ്മൾ ഈ ലോങ് ഡ്രൈവ് പോകുന്ന സമയത്ത് നമ്മുടെ ക്ഷീണം ഒഴിവാക്കാനായിട്ട് ഫ്രഷ് എയർ നമുക്ക് എപ്പോഴും ആവശ്യമാണ്. അതിനായിട്ടാണ് നമ്മൾ AC-യിൽ ഈ മോഡിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നല്ല ഫ്രഷ് എയർ കിട്ടിക്കൊണ്ടിരിക്കും. ഫ്രഷ് എയർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടയേർഡ്നെസ് കുറഞ്ഞ് നമ്മളെപ്പോഴും ഉന്മേഷത്തോടെ ഇരിക്കും. പിന്നെ നമുക്ക് എപ്പോഴും അലേർട്ടായിരിക്കും. നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ഉറങ്ങുന്ന ഒരു ടെൻഡൻസി നമുക്ക് കുറഞ്ഞിരിക്കും ഫ്രഷ് എയർ കിട്ടുന്ന സമയത്ത്. പിന്നെ ഉള്ളൊരു ഗുണമെന്ന് പറയുന്നത് വണ്ടിക്കകത്തുള്ള ഈർപ്പം കുറയ്ക്കും. AC ഇടുന്ന വഴി ഈർപ്പം കുറയ്ക്കുന്നത് ഈ ഫംഗസ് പോലുള്ള കാര്യങ്ങൾക്കൊക്കെ അതൊക്കെ ഒഴിവായി കിട്ടും ഈർപ്പം കുറയുമ്പം. പിന്നെ നമുക്ക് ഈ ഗ്ലാസ്സിലുള്ള മഞ്ഞ് മാതിരി പിടിക്കുന്ന അതൊക്കെ നമുക്ക് ഒഴിവാക്കാം. ഇപ്പം നമുക്ക് ഈ സൈഡ് മിററിലും സൈഡ് ഗ്ലാസ്സിലും ഒക്കെ ഉള്ള ഈർപ്പം ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ നല്ല വിസിബിലിറ്റി കിട്ടും. മെയിനായിട്ടും മഴ സമയത്താണ് നമുക്ക് AC-യുടെ ഈ ഒരു ഉപയോഗം മനസ്സിലാവുക. ഡിഫോഗർ ഇല്ലാത്ത വണ്ടികളിൽ മെയിനായിട്ട് ഈ ഒരു ട്രിക്കാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഡിഫോഗർ ഉണ്ടെങ്കിൽ നമുക്ക് ഡിഫോഗർ ഓൺ ചെയ്താൽ ഗ്ലാസ് ചൂടായി കിട്ടും, അങ്ങനെ ഈർപ്പം ഒഴിവായി കിട്ടും. പക്ഷേ ഡിഫോഗർ ഇല്ലാത്ത പഴയ മോഡൽ വണ്ടികളിലൊക്കെയാണ് AC ഇട്ട് ഈ ഡാഷ്ബോർഡിൻ്റെ ആ ഭാഗത്ത് ഫ്രണ്ടിലുള്ള ആ മോഡിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആ മഞ്ഞ് മാതിരിയുള്ളത് മാറിക്കിട്ടും. പിന്നെ ഉള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്കിപ്പം എങ്ങോട്ടിറങ്ങിയാലും ഭയങ്കര ട്രാഫിക്കാണ്. കേരളത്തിൽ ട്രാഫിക്ക് കൂടി ഇരിക്കുകയാണ്. അപ്പം ആ സമയങ്ങളിൽ ഇപ്പം നമ്മൾ
എങ്ങോട്ടെങ്കിലും പോകുന്ന സമയത്ത് വണ്ടിയിൽ ആൾക്കാരെ കൊണ്ട് കുട്ടികളും കൊണ്ട് ഉള്ള സമയത്താണെങ്കിൽ ട്രാഫിക്കിൽ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഗ്ലാസ് ഓപ്പൺ ചെയ്തിട്ട് ഓടിക്കാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ പൊല്യൂഷനും ഭയങ്കര സൗണ്ടും ഒക്കെ പുറത്തുണ്ട്. എപ്പോഴും നമുക്ക് വണ്ടിയുടെ ഗ്ലാസ് തുറന്നിടാൻ പറ്റില്ല. അപ്പം നമ്മൾ ഗ്ലാസ് ഇട്ടിരിക്കുന്ന സമയത്ത് നല്ല ചൂടുള്ള സമയമാണെങ്കിൽ അകത്ത് ഭയങ്കര ചൂടായിരിക്കും. അപ്പം അങ്ങനെയുള്ള സമയങ്ങളിലാണ് നമുക്ക് എ സിയുടെ മെയിനായിട്ടൊരു ഉപയോഗം കിട്ടുന്നത്. എ സി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നേരം ട്രാഫിക്കിലായാലും നമുക്ക് കുഴപ്പമില്ല. എ സി ഉള്ളതുകൊണ്ട് വണ്ടി ക്യാബിൻ തണുത്ത് തന്നെ ഇരിക്കും, നമുക്കും വലിയ ചൂട് അനുഭവപ്പെടത്തില്ല. പിന്നുള്ളൊരു ഗുണമെന്ന് പറയുന്നത് നമ്മുടെ വണ്ടിക്ക് പൊതുവെ എയറോഡൈനാമിക് ആക്കിയാണ് മാനുഫാക്ചേഴ്സ് വണ്ടി നമുക്ക് ഇറക്കുന്നത്. അപ്പോൾ നമ്മളിപ്പം ഗ്ലാസ് തുറന്നിട്ട് ഓടിക്കുകയാണെങ്കിൽ അതിൽ കൂടെ നമ്മൾ വണ്ടി സ്പീഡിൽ പോകുന്ന സമയത്ത് ഒരു 60-ലൊക്കെ പോകുന്ന സമയത്ത് കാറ്റ് വണ്ടിക്കകത്ത് കയറി നമ്മുടെ വണ്ടിയുടെ എയറോഡൈനാമിക് കുറയ്ക്കുകയാണത്. എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിക്കകത്ത് സ്മൂത്തായിട്ട് പോകാൻ പറ്റില്ല. ആ എയർ പിടിക്കും, നമ്മുടെ വണ്ടി ചെറുതായിട്ടൊന്ന് പിടിക്കും. അപ്പോഴും നമ്മുടെ എയറോഡൈനാമിസിറ്റി കുറയും. അപ്പോൾ നമ്മൾ ഗ്ലാസ് എല്ലാം ഇട്ട് പോവുകയാണെങ്കിൽ കുറച്ചും കൂടെ എയറോഡൈനാമിക് ആവും നമ്മുടെ വണ്ടി. അപ്പോഴും നമ്മൾ എ സി ഇട്ട് പോകുന്ന സമയത്ത് നമ്മൾ ഗ്ലാസ് ഇട്ടേ പോകാറുള്ളൂ. അപ്പോഴും ഗ്ലാസ് ഇടുന്ന സമയത്ത് എയറോഡൈനാമിക് ആയിട്ടുള്ള നമ്മുടെ ഇത് കൂടും, എയറോഡൈനാമിക്സ്. അപ്പോൾ എ സി അതിലും നമുക്കൊരു ഉപയോഗം തരുന്നുണ്ട്, എയറോഡൈനാമിക്കായി പോകാൻ പറ്റും. പിന്നെ ഉള്ള ഒരെണ്ണമെന്ന് വെച്ചാൽ ഇത് നമുക്ക് എ സിയുടെ ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് എല്ലാവരും പറയുന്നത് എ സി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മൈലേജ് കുറയും എന്നാണ് എല്ലാവരും പറയാറുള്ളത്. പക്ഷേ അതൊരു ദോഷമായിട്ട് പറയാൻ പറ്റില്ല. നമുക്കിപ്പോൾ എ സി ഇട്ട് നമ്മൾ ഓടിക്കുമ്പോൾ എൻജിനിൽ കുറച്ച് ലോഡ് ഉള്ളത് ശരിയാണ്. എന്നാലും നമ്മൾ സാധാരണ ഇപ്പോൾ എ സി ഇടാതെ ഗ്ലാസ് താഴ്ത്തിട്ട് ഓടിക്കുകയാണെങ്കിൽ തന്നെ കാറ്റകത്ത് കയറുന്നതുകൊണ്ട് നമുക്ക് വണ്ടിയിലൊരു റെസിസ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ ആ റെസിസ്റ്റൻസ് കാരണം നമുക്ക് ചെറിയ ഒരു മൈലേജ് ഇത് എഫിഷ്യൻസി കുറയും വണ്ടിയുടെ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഗ്ലാസ് ഇട്ട് ഓടിക്കുമ്പോൾ എഞ്ചിനകത്ത് വരുന്ന ലോഡ്, എ സി ഇട്ട് ഓടുന്ന സമയത്തുള്ള എഞ്ചിനകത്തുള്ള ലോഡും കൂടെ വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് രണ്ടും സെയിം തന്നെയാണ്. അപ്പം നമുക്ക് ഏറ്റവും നല്ലത് എ സി ഇട്ട് തന്നെ ഓടുന്നതാണ്. പിന്നെ എ സി ഉള്ള വണ്ടികളിൽ മാക്സിമം എ സി ഇട്ട് ഓടുന്നതായിരിക്കും നല്ലത്. എന്ന് വെച്ചാൽ എ സിയുടെ പാർട്സൊക്കെ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ നല്ല പൈസയാവും. അപ്പോൾ മാക്സിമം എ സി ഉള്ള വണ്ടി എ സി ഇട്ട് തന്നെ ഓടാൻ നോക്കുക. എ സി ഇടാതെ കുറേ നാൾ ഓടിക്കഴിഞ്ഞാൽ അതിനകത്ത് മണ്ണും പൊടിയൊക്കെ കയറി പിന്നെ കൂളൻറ്റിൻ്റെ പിന്നെ എ സി ഗ്യാസും ഒക്കെ പെട്ടെന്ന് ഇതായി പോവും. അപ്പം നല്ലത് എ സി ഉള്ള വണ്ടി എ സി ഇട്ട് തന്നെ ഓടുന്നതായിരിക്കും നല്ലത്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഇത് പീരിയോഡിക് മെയിൻ്റനൻസ് വളരെ ആവശ്യമുള്ളൊരു സാധനമാണ് എ സി. എന്നുവെച്ചാൽ നമുക്കിപ്പം തണുപ്പ് കുറേ നാൾ ഓടിക്കഴിയുമ്പോൾ ഒരു 1-2 വർഷമൊക്കെ ഓടിക്കഴിയുമ്പോഴത്തേക്കും നമ്മുടെ എ സിയുടെ തണുപ്പ് കുറയും. അപ്പോൾ എ സി ഗ്യാസ് കുറയുന്നതുകൊണ്ടാണ് തണുപ്പ് കുറയുന്നത്. അപ്പോൾ പിന്നെ അത് നമ്മൾ റീഫില്ല് ചെയ്യണം, അതിന് പൈസ ചിലവുണ്ട്. പിന്നെ ചിലപ്പോൾ ഓൾട്ടർനേറ്ററോ അങ്ങനെയുള്ള എന്തെങ്കിലും എ സിയുടെ പാർട്സൊക്കെ കംപ്ലൈൻ്റ് ആകുമ്പോൾ എ സി പൈപ്പിൽ ലീക്കൊക്കെ വരുമ്പോൾ നമ്മൾ അതൊക്കെ റീപ്ലേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതൊരിതാണ്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് എ സി ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എൻജിനിൽ ലോഡ് വരും. അത് നമ്മൾ കുറച്ചൊന്ന് സംസാരിച്ചു. അപ്പോൾ അതേപോലെ തന്നെ എ സി ഇടുമ്പോൾ ചെറിയൊരു ഇതുണ്ട്, എൻജിനിലെ ലോഡ് കാരണം ചെറിയൊരു മൈലേജ് കുറയും നമുക്ക്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ കേരളത്തിലുള്ള ചൂട് കാരണം എല്ലാവരും എ സി ഉപയോഗിക്കാനേ നോക്കുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് എ സിയെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുമ്പേ സംസാരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ കാണുന്നവരെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടണും കൂടെ ഇനേബിൾ ചെയ്യുക. വീണ്ടും പുതിയ അറിവുകളുമായി കാണുന്നവരെ, See you.